മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ ഉയരുന്ന വലിയൊരു സംശയമുണ്ട്. മാസാമാസം ഒരു നിശ്ചിത തുക SIP ചെയ്യുന്നതാണോ അതോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ദിവസവും ചെറിയൊരു തുക മാറ്റിവെക്കുന്നതാണോ കൂടുതൽ ലാഭം തരുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഏറെ പ്രചരിക്കുന്ന ഒരു വാദമാണ് ദിവസേനയുള്ള മാർക്കറ്റ് ചാഞ്ചാട്ടങ്ങളെ കൃത്യമായി പിടിച്ചെടുക്കാൻ ഡെയിലി SIPകൾ സഹായിക്കുമെന്നും അത് മാസ SIPയേക്കാൾ ദീർഘകാലയളവിൽ വൻ തുക അധിക ലാഭം നൽകുമെന്നും. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ? കഴിഞ്ഞ 15 വർഷത്തെ ഇൻഡസ്ട്രി ഡാറ്റയും പ്രമുഖ സാമ്പത്തിക വിശകലന ഏജൻസിയായ മണി കൺട്രോൾ നടത്തിയ പഠനങ്ങളും മുൻനിർത്തി ഇതിന്റെ കൃത്യമായ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യമായി ഡെയിലി SIP എന്ന ആശയത്തിന് പിന്നിലെ സാമ്പത്തിക തത്വം നമുക്ക് മനസ്സിലാക്കാം. റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ് ഇതിന്റെ പ്രധാന കാതൽ. ഓഹരി വിപണി എല്ലാ ദിവസവും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ചില ദിവസങ്ങളിൽ വിപണി മുകളിലോട്ടും മറ്റു ചില ദിവസങ്ങളിൽ താഴോട്ടും പോകാം. നമുക്കെല്ലാവർക്കും ഇതറിയാം. ദിവസവും നിക്ഷേപിക്കുമ്പോൾ വിപണി വീഴുന്ന ദിവസങ്ങളിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കുറഞ്ഞ NAVയിൽ വാങ്ങാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഡെയിലി SIPകൾ കൂടുതൽ സുരക്ഷിതമാണെന്ന് പലരും കരുതുന്നത്. മാത്രമല്ല, വ്യാപാരികൾക്കോ ദിവസവേതനക്കാർക്കോ മാസാവസാനം വലിയൊരു തുക ഒരുമിച്ച് മാറ്റിവെക്കുന്നതിനേക്കാൾ ദിവസവും 100 രൂപയോ 500 രൂപയോ മാറ്റിവെക്കുന്നത് മാനസികമായി കൂടുതൽ എളുപ്പമായി തോന്നുകയും ചെയ്യും. എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഇത് മാസം ചെയ്യുന്ന SIPയേക്കാൾ വലിയ ലാഭം നൽകുന്നുണ്ടോ? ഇനി നമുക്ക് ഊഹാപോഹങ്ങൾ മാറ്റിവെച്ച് കൃത്യമായ കണക്കുകളിലേക്ക് കടക്കാം. 15 വർഷത്തെ ചരിത്രപരമായ ഡാറ്റ അടിസ്ഥാനമാക്കി മാസം ഒരു വലിയ തുക ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്ന ആളുടെയും അതേ തുക ദിവസേന ഡിവൈഡ് ചെയ്ത് നിക്ഷേപിക്കുന്ന ആളുടെയും റിട്ടേൺസ് പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 15 വർഷത്തെ കാലയളവിൽ ദിവസവും 1000 രൂപ വീതം നിക്ഷേപിച്ച ഒരു ഡെയിലി SIPയും അതിന് തുല്യമായ പ്രതിമാസ തുക മാസം തോറും നിക്ഷേപിച്ച മന്ത്ലി SIPയും പരിശോധിച്ചാൽ 15 വർഷം പൂർത്തിയായപ്പോൾ ഡെയിലി SIP നൽകിയ വാർഷിക റിട്ടേൺ അഥവാ XIRR ഏകദേശം 13.83%. ഇതിലൂടെ ലഭിച്ച ആകെ തുക ഏകദേശം 1.15 കോടി രൂപയാണ്. എന്നാൽ അതേ സ്ഥാനത്ത് മാസത്തിൽ ഒരേയൊരു തവണ മാത്രം നിക്ഷേപിച്ച മന്ത്ലി SIP നൽകിയ വാർഷിക റിട്ടേൺ 13.80%, ലഭിച്ച തുക 1.14 കോടി രൂപയുമായിരുന്നു. അതായത് 15 വർഷത്തെ ദീർഘകാലയളവിൽ ദിവസവും നിക്ഷേപിച്ചയാളും മാസത്തിൽ ഒരൊറ്റ തവണ നിക്ഷേപിച്ചയാളും തമ്മിലുള്ള വ്യത്യാസം കേവലം 0.03% അഥവാ 1 മുതൽ 2% താഴെ മാത്രമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 അല്ലെങ്കിൽ 15 വർഷത്തിലധികം വരുന്ന ദീർഘകാലയളവിൽ ഇന്ത്യൻ ഓഹരി വിപണി ക്രമാനുഗതമായി മുകളിലേക്ക് തന്നെയാണ് വളരുന്നത്. ഇത്രയും വലിയ കാലയളവിൽ നിങ്ങളുടെ നിക്ഷേപം എത്ര വർഷം മാർക്കറ്റിൽ കിടക്കുന്നു എന്നതിനാണ് പ്രാധാന്യം, അല്ലാതെ ഏത് ഫ്രീക്വൻസിയിലാണ് നിക്ഷേപിക്കുന്നത് എന്നതിന് വലിയ പങ്ക് വഹിക്കാനില്ല. കേവലം 1% താഴെയുള്ള ഈ ചെറിയ വ്യത്യാസത്തിന് വേണ്ടി ഡെയിലി SIPകൾ തിരഞ്ഞെടുക്കുമ്പോൾ പലരും തിരിച്ചറിയാതെ പോകുന്ന 3 വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ടാക്സേഷനും അക്കൗണ്ടിങ്ങും. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ നടത്തുന്ന ഓരോ ദിവസത്തെയും SIP അടവും ഒരു പുതിയ നിക്ഷേപമായാണ് ഇൻകം ടാക്സ് പരിഗണിക്കുന്നത്. ഒരു മാസ SIPയിൽ വർഷത്തിൽ 12 എൻട്രികൾ മാത്രം ഉണ്ടാകുമ്പോൾ ഡെയിലി SIPയിൽ ഏകദേശം 250 എക്സിക്യൂഷൻ എൻട്രികളാണ് ഉണ്ടാകുന്നത്. ഭാവിയിൽ ഈ ഫണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ FIFO നിയമപ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും കണക്കാക്കുന്നത് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിന് പോലും വലിയൊരു തലവേദനയായി മാറും. 2, ബാങ്ക് പെനാൽറ്റിയും ഓട്ടോ ഡെബിറ്റ് റിസ്ക്കും. മാസത്തിൽ 20 മുതൽ 22 തവണ വരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തികയാതെ വന്നാൽ ബാങ്ക് ECST, NCH ബൗൺസിംഗ് ചാർജുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട്. 3, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ക്ലട്ടറിംഗ്. വർഷാവസാനം നിങ്ങളുടെ കൺസോളിഡേറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ പേജുകൾ നീളുന്ന എൻട്രികൾ കാരണം പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി SIPകൾ തിരഞ്ഞെടുക്കേണ്ടത്? കച്ചവടക്കാർ, ഫ്രീലാൻസർമാർ, ദിവസവേതനക്കാർ, ദിവസേന കയ്യിൽ ലിക്വിഡ് ക്യാഷ് വന്നെത്തുന്ന ബിസിനസ്സുകാർ എന്നിവർക്ക് മാസം തോറും വലിയൊരു തുക മാറ്റിവെക്കുന്നതിനേക്കാൾ ദിവസവും ഒരു ചെറിയ തുക സിസ്റ്റമാറ്റിക്കായി SIP ചെയ്യുന്നത് അനുയോജ്യമാണ്. മാസശമ്പളക്കാരായ ജീവനക്കാർക്കും ഗൾഫ് പ്രവാസികൾക്കും ഏറ്റവും അനുയോജ്യം മന്ത്ലി SIP തന്നെയാണ്. ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന തീയതിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ SIP ഡെബിറ്റ് സെറ്റ് ചെയ്തു വെച്ചാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ടാക്സ് അക്കൗണ്ടിംഗ് തികച്ചും ലളിതമായി കൊണ്ടുപോകാനും സാധിക്കും. ചുരുക്കത്തിൽ നിങ്ങളെ ഒരു മില്യണറോ കോടീശ്വരനോ ആക്കുന്നത് നിങ്ങൾ ദിവസവും SIP ചെയ്യുന്നതോ മാസത്തിൽ ചെയ്യുന്നതോ അല്ല. നിങ്ങൾ എത്ര ഉയർന്ന തുക സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു, 2, ഫണ്ടമെന്റലി കരുത്തുറ്റ മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ, 3, വിപണിയിലെ തകർച്ചകളിൽ ഭയന്ന് പിന്മാറാതെ എത്രത്തോളം ദീർഘകാലം നിക്ഷേപം തുടരുന്നു എന്നതാണ്.
നിങ്ങൾ നിലവിൽ ഡെയിലി SIP ആണോ അതോ മന്ത്ലി SIP ആണോ പിന്തുടരുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രവാസികൾക്കും ഷെയർ ചെയ്ത് നൽകുക. പുതിയ വാർത്തകൾക്കായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള നിർദ്ദേശമല്ല. ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോട് സഹായം തേടുക.